ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലും പുതുക്കാട് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മോഷണം. കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പണവും പൂജാപാത്രങ്ങളും കവർന്നു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ യാത്രാമൊഴി. പൊതുദർശനത്തിൽ വെച്ച ഭൗതിക ശരീരങ്ങളിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വാഹനാപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. അപകടങ്ങൾ ഏറെയും അമിതവേഗവും ഗതാഗത നിയമലംഘനവും മൂലം. മണ്ണുത്തി മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ കസ്റ്റഡിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. 30,000-ലധികം രൂപയും വിലപിടിപ്പുള്ള പൂജാപാത്രങ്ങളും മോഷ്ടാക്കൾ കവർന്നു. പുലർച്ചെ മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇൻവെർട്ടർ ഓഫാക്കുകയും ചെയ്ത ശേഷമാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. തെളിവ് നശിപ്പിക്കാനായി ക്ഷേത്രത്തിനകത്തെ CCTV ക്യാമറകൾ തിരിച്ചുവെക്കുകയും ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന DVR എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ശ്രീകോവിലിന് മുന്നിലുള്ള പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന നിലയിലാണ്. ഉത്സവത്തിനും വിഷുവിനും ശേഷം ഭണ്ഡാരം തുറന്നെണ്ണിയിട്ടില്ലാത്തതിനാൽ ഇതിൽ മാത്രം 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം ഓഫീസിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5,000 രൂപയും മോഷ്ടിച്ചു. ഇതിനു പുറമെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ നിലവിളക്കുകളും പൂജകൾക്കായി ഉപയോഗിക്കുന്ന ചെമ്പിന്റെ കലശക്കുടങ്ങളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. പുതുക്കാട് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പ്രധാന ക്ഷേത്രത്തിന് പുറത്തുള്ള ദേവീക്ഷേത്രത്തിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന കവരവിളക്കും തൂക്കുവിളക്കുകളും നഷ്ടപ്പെട്ടു. പ്രധാന ക്ഷേത്രത്തിന്റെ താഴ് തകർക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 20,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 6 അധ്യാപകരടക്കം 9 പേരുടെ ഭൗതിക ശരീരം മലപ്പുറം പാങ്ങ് വള്ളിപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 8:30യോടെയാണ് ഭൗതിക ശരീരങ്ങൾ പൊതുദർശനത്തിനായി സ്കൂളിൽ എത്തിച്ചത്. 9 ആംബുലൻസുകളിലായാണ് പൊള്ളാച്ചിയിൽ നിന്നും മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. ആയിരക്കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടാണ് മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ അപകടത്തിൽപ്പെട്ടത്. വാൽപ്പാറ ചുരം റോഡിൽ നിന്ന് 300 അടി താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. പള്ളിപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക P. അജിത, അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകൻ അബ്ദുൾ മജീദ്, ഭാര്യ റുക്കിയ, പാചക തൊഴിലാളി സാജിദ, സുഹറയുടെ മകൻ ഹിഷാം, സമീപ സ്കൂളിലെ അധ്യാപിക ഷക്കീം എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മൃതദേഹങ്ങൾ വൈകിട്ടോടെ സംസ്കരിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വിവിധ വാഹനാപകടങ്ങളിലായി ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. ഇരുചക്ര വാഹന യാത്രികരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. ഏപ്രിൽ 1 മുതൽ 17 വരെ ഉണ്ടായ അപകടങ്ങളിൽ മരിച്ചവർ ഏറെയും ചെറുപ്പക്കാരാണ്. ചെറുതും വലുതുമായ 50ഓളം അപകടങ്ങൾ 3 ആഴ്ചക്കിടെ ഉണ്ടായിട്ടുണ്ട്. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ വൈദ്യുതി പോസ്റ്റിലും ഡിവൈഡറിലും ഇടിച്ചാണ് പല അപകടങ്ങളും ഉണ്ടായത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നതും അശ്രദ്ധയും അമിതവേഗവുമാണ് അപകടങ്ങൾക്ക് ഇടയാകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ റോഡ് എഞ്ചിനീയറിങ്ങിലുള്ള പ്രോബ്ലംസും റോഡ് മാർക്കിങ്സ് ശരിയല്ലാതെ ഇരിക്കുന്നതും പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് റോഡുകളിലില്ലാത്തതും ഒക്കെ ഒരു കാരണങ്ങളാണ്. മറ്റുള്ള ആളുകൾക്ക് അപകടമില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുന്നതിലാണ്, അതായത് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് ഇടയായിട്ട് ആരും അങ്ങനെ ചെയ്ത് കാണുന്നില്ല. അതാണ് ഈ അപകടങ്ങൾ കൂടാനായിട്ട് ഒരു കാരണമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഈ അപകടങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മദ്യപിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ വണ്ടി പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മദ്യത്തിൻ്റെ മണം നമുക്ക് കിട്ടും. പക്ഷേ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും നമുക്കത് സ്മെല്ലിൽ കൂടെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അവരെ വിശദമായ പരിശോധന തന്നെ, മെഡിക്കൽ പരിശോധന തന്നെ നടത്തേണ്ട സാഹചര്യം ഉണ്ട്.
പിന്നെ രാത്രികാല അപകടങ്ങളിൽ ഇപ്പോൾ പല വാഹനങ്ങളിലും മഞ്ഞ നിറത്തിലുള്ള ലൈറ്റുകൾ പിടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഫോഗ് ലാമ്പുകൾ. ടൂറിസ്റ്റ് വാഹനങ്ങളിലും സ്വകാര്യ കാറുകളിലും ഇപ്പോൾ സ്കൂട്ടറിലടക്കം മഞ്ഞ ലൈറ്റ് ഘടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ഓരോ ലൈറ്റിനും 5000 രൂപ വെച്ചിട്ടാണ് ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അത് കണ്ടമാനം വാഹനങ്ങളിലുണ്ട്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കുട്ടികൾ റോഡിലോ റോഡരികിലോ കളിക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ നൽകരുത്. ബൈക്കുകളിലുള്ള ദൂരയാത്രക്കാർ പ്രത്യേകിച്ച് ഗ്രൂപ്പായുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. വിനോദയാത്രകൾ കൃത്യമായി റൂട്ട് പ്ലാനിംഗ് കൊണ്ട് സമയമെടുത്ത് മാത്രം നടത്തുക. രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. അനിവാര്യമായ സാഹചര്യങ്ങളിൽ രാത്രി ഡ്രൈവിംഗിൽ പരിചയമുള്ളവരെ മാത്രം നിയോഗിക്കുക. ഇവർക്ക് പകൽ സമയം കൃത്യമായി വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്തുക. ഇരുചക്ര വാഹന യാത്രക്കാർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുക. കാർ യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കുക. റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത 66 ചാവക്കാട് മേഖലയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാകുന്നു. ഗതാഗത നിയമം ലംഘിച്ചുള്ള വാഹനയാത്രയും കാൽനട യാത്രയുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. 2 മാസത്തിനകം ദേശീയപാതയിലെ ചാവക്കാട് മേഖലയിൽ 4 പേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ദേശീയപാതയിൽ എതിർദിശയിലേക്ക് വാഹനം കൊണ്ടുപോകൽ പാടില്ല എന്നിരിക്കെ ഇരുചക്രവാഹന യാത്രക്കാർ ഈ നിർദ്ദേശം പാലിക്കാറില്ല. കാൽനട യാത്രക്കാർ അശ്രദ്ധമായി ദേശീയപാത മുറിച്ചു കടക്കുന്നതും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാണ്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും അമിത വേഗതയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. താൽക്കാലിക പടികൾ നിർമ്മിച്ചും കല്ലുകൾ അടക്കിവെച്ചുമാണ് ആളുകൾ ദേശീയപാതയിലേക്ക് കടക്കുന്നത്. നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും ജീവന് വില കൽപ്പിക്കാതെയാണ് പലരും ഈ രീതിയിൽ ദേശീയപാതയിലേക്ക് കടക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചാവക്കാട്. വേലൂർ മാവിൻ ചുവടിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. പുന്നൂർക്കുളം സ്വദേശി 29 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. കുന്നംകുളം പാറയമ്പാടത്ത് കാറിന് പിന്നിൽ KSRTC ബസ് ഇടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. പെട്ടെന്ന് നിർത്തിയ കാറിന് പിന്നിലേക്ക് നിയന്ത്രണം വിട്ട ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. തൃത്തല്ലൂരിൽ വീണ്ടും അപകടം. അപകടത്തിൽപ്പെട്ട ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ പത്തനംതിട്ട അടൂർ സ്വദേശി പാപ്പച്ചനാണ് പരിക്കേറ്റത്. ഇയാളെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എട്ടാങ്കലിൽ കഴിഞ്ഞ ദിവസം ബൈക്ക് ലോറിയിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ട അപകടത്തിൽ റോഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിലാണ് കണ്ടെയ്നർ ലോറി ഇടിച്ചത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സും വാടാനപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fitting, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും.
Key OTT. 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT. One platform. 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കാവുങ്കൽ വീട്ടിൽ ജിൻഡോയുടെ വീട്ടിലെത്തിയ നിഖിലും സുഹൃത്ത് കാട്ടുങ്ങൽ ഷാമോനും തമ്മിൽ തർക്കം നടന്നു. ബഹളം കേട്ട് ജിൻഡോയുടെ സഹോദരൻ ജെയ്സൺ എത്തിയതോടെ തർക്കം രൂക്ഷമായി. തുടർന്ന് വീടിന് പുറത്ത് ഏറ്റുമുട്ടൽ നടന്നു. സംഘർഷത്തിനിടെയാണ് നിഖിലിന് കുത്തേറ്റത്. നിഖിലിനെ കുത്തുന്നു തടയാൻ ശ്രമിക്കുന്നിടെ ഷാമോനും പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഖിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ജിൻഡോ, സഹോദരൻ ജെയ്സൺ, പിതാവ് ഔസേഫ് എന്നിവരെ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുപ്രസിദ്ധ ഗുണ്ട കാപ്പ ഉത്തരവ് പ്രകാരം അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ മുറ്റിച്ചൂർ സ്വദേശി കാഞ്ഞിരത്തെങ്കൽ വീട്ടിൽ ഹിരത്താണ് അറസ്റ്റിലായത്. കടുത്ത വേനൽ ചൂടിനിടയിൽ പകൽ സമയത്ത് പൂർണ്ണമായി വൈദ്യുതി മുടക്കുന്നതിനെതിരെ മാള പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നിൽപ്പ് സമരം നടത്തി. കടുത്ത വേനലിന് മുൻപ് വൈദ്യുതി ലൈനിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നും തൊഴിലാളികളെയും നാട്ടുകാരെയും ചൂടിൽ കൂടുതൽ ദുരിതത്തിലാക്കരുതെന്നും നിൽപ്പ് സമരം നടത്തിയ ടി.കെ. ജിനേഷ് ആവശ്യപ്പെട്ടു. ഫാൻ പ്രവർത്തിച്ചിട്ട് പോലും വീടുകളിൽ കഴിയാനാകാത്ത സാഹചര്യത്തിലാണ് വൈദ്യുതി മുടക്കുന്നതെന്നാണ് ആക്ഷേപം. ഒരു മാസത്തിനിടയിൽ ഒരേ സ്ഥലത്ത് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ വൈദ്യുതി മുടക്കുന്നുണ്ട്. കുന്നത്തുകാട് പ്രദേശത്ത് വൈദ്യുതി മുടക്കിയ രാവിലെ 9 മുതൽ 11 വരെയാണ് പഞ്ചായത്ത് അംഗം സമരം നടത്തിയത്. വേനൽ കടുക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ പഴം പച്ചക്കറി വിപണിക്കും തീപിടിക്കുകയാണ്. കൂടുതൽ ആവശ്യക്കാരുള്ള ചെറുനാരങ്ങയുടെ വിലയാണ് ഏറെ കുതിച്ചുയരുന്നത്. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെ വിലയുണ്ടായിരുന്ന നാരങ്ങയ്ക്ക് നിലവിലെ ചില്ലറ വിപണിയിൽ 200 രൂപ മുതൽ 250 രൂപ വരെയാണ് ഈടാക്കുന്നത്. വലിപ്പവും ഗുണനിലവാരവും കൂടിയ ഇനങ്ങൾക്ക് ചിലയിടങ്ങളിൽ ഇതിലും ഉയർന്ന നിരക്കാണുള്ളത്. അയൽ സംസ്ഥാനങ്ങളിലെ ഉൽപാദനക്കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കേരളത്തിലേക്ക് പ്രധാനമായും നാരങ്ങ എത്തുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇതര സംസ്ഥാനങ്ങളിൽ മഴക്കുറവിനെ തുടർന്ന് നാരങ്ങ കൃഷി തകർച്ചയിലാണ്. വേനൽക്കാലമായതോടെ നാരങ്ങയുടെ ഉപയോഗം ഇരട്ടിയായി. ചെറുകിട ശീതള പാനീയ കച്ചവടക്കാരെയാണ് വിലക്കയറ്റം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇതിങ്ങനെ ചൂടിനിങ്ങനെ കയറാറുണ്ട് ചെറുനാരങ്ങ, പക്ഷെ ഇത്രയും കയറാറില്ല. മാക്സിമം ഒരു 130-150 വന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് സർവത്ത് വില കൂട്ടാണ്ട് വരും, നിവൃത്തിയില്ല. ലൈമ് വില കൂട്ടേണ്ട വരും, അങ്ങനെ എല്ലാം കൂട്ടേണ്ട വരും. അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. പഞ്ചസാരക്കും വില കൂടിയില്ലേ? പഞ്ചസാരക്ക് ഇപ്പൊ 48ആയി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടും ചൂടിൽ വലയുന്നവർക്ക് തണ്ണീർപന്തൽ ഒരുക്കി കൊടുങ്ങല്ലൂർ നഗരസഭ. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വടക്കേ നടയിലാണ് തണ്ണീർപന്തൽ പ്രവർത്തിക്കുന്നത്. മൺകലത്തിൽ കലക്കിയെടുത്ത സംഭാരമാണ് വിതരണം ചെയ്യുന്നത്. ദിവസവും 10 ലിറ്റർ തൈര് കൊണ്ടുണ്ടാക്കുന്ന സംഭാരമാണ് വിതരണം ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ ഉച്ചവരെയാണ് തണ്ണീർപന്തലിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വേനൽക്കാലത്ത് കൊടുങ്ങല്ലൂരിൽ തണ്ണീർപന്തൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നഗരസഭയിലെ കണ്ടിൻജൻസി ജീവനക്കാരിയായ പ്രമോദിനിക്കാണ് ഇക്കുറി സംഭാര വിതരണത്തിന്റെ ചുമതല. കൊടുക്കണത് അത് നമ്മവിടെ വരുമ്പോ എല്ലാരും വരുമ്പോ നമ്മ അത് അങ്ങോട്ട് കൊടുക്കും. ആരും അങ്ങോട്ട് ഇതാക്കാറില്ല, സമയം നോക്കാറില്ല. ഇതായിട്ട് വരണവർക്ക് കൊടുക്കും. പിന്നെ ചില ദിവസങ്ങളിൽ 2 മണി വരെ ഉണ്ടാവും, അല്ലെങ്കിൽ 1 മണി അങ്ങനെ വരെ. ഇത് 10 ലിറ്റർ തൈരാണ്, മോരല്ല. തൈര് കൊണ്ടുവന്നിട്ട് നമ്മ മോര് ആക്കി വെള്ളാക്കി അങ്ങനെ കൂട്ടിയാണ് കൊടുക്കുന്നത്. പച്ചമുളക്, ഇഞ്ചിയൊക്കെ. കൊടുങ്ങല്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ KSRTC ബസിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബസിനെ പിന്തുടർന്നെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മുൻവശത്തെ ഗ്ലാസ് കൈകൊണ്ടടിച്ച് തകർക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തിച്ചൂർ കാവുങ്ങൽ ട്രസ്റ്റിന്റെ പ്രഥമ കഥകളി സ്മരണാഞ്ജലി പുരസ്കാരം സമർപ്പിച്ചു. കാവുങ്ങൽ തറവാട്ടിലെ പ്രശസ്ത കഥകളി ആചാര്യന്മാരായ കാവുങ്ങൽ വലിയ ശങ്കര പണിക്കർ, കാവുങ്ങൽ ശങ്കരൻകുട്ടി പണിക്കർ, പത്മശ്രീ കാവുങ്ങൽ ചാത്തുണ്ണി പണിക്കർ എന്നിവരുടെ പേരിലാണ് സ്മരണാഞ്ജലി പുരസ്കാരം നൽകിയത്. സദനം കറ്റശ്ശേരി രാമൻകുട്ടി നായർ, സദനം കൃഷ്ണൻകുട്ടി നായർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. എഴുത്തുകാരൻ കലാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അശ്വതി ഉണ്ണികൃഷ്ണനും ദേവിക രാജേഷും ഗീതോപദേശം അവതരിപ്പിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കര പണിക്കർ, സെക്രട്ടറി അരവിന്ദാക്ഷ പണിക്കർ, വൈസ് പ്രസിഡന്റ് വിജയകുമാർ, കെ മോഹനൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാന്റെ നേതൃത്വത്തിൽ ദക്ഷയാഗം മേജർ സെറ്റ് കഥകളി നടന്നു.
മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഗുരുവായൂർ എടപ്പള്ളി ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു. ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് വിശ്വാസികളാണ് എടപ്പള്ളി മഖാമിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. നേർച്ചയുടെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ മഖാം പരിസരത്ത് എത്തിച്ചേർന്നു. പാലിയൂർ മോസ്കോ നഗറിൽ നിന്ന് താബൂത്ത് കാഴ്ചയും ഗമയ നഗറിൽ നിന്ന് കൊടിയേറ്റ കാഴ്ചയും ജാറം അങ്കണത്തിലെത്തി. ബാൻഡ് സെറ്റ്, മുട്ടുംവിളി, ദഫ്മുട്ട്, കോൽക്കളി, തമ്പോർ എന്നിവ കാഴ്ചകൾക്ക് കൊഴുപ്പേകി. ചക്കരക്കഞ്ഞി വിതരണത്തിലും നേർച്ച ഭക്ഷണ വിതരണത്തിലും ആയിരങ്ങൾ പങ്കാളികളായി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി. സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പാക്കറ്റുകളിൽ നേർച്ച തയ്യാറാക്കിയത്. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വെഞ്ചരിപ്പ് നിർവഹിച്ചു. സേവ്യർ അറയ്ക്കൽ, ഡേവിസ് തെക്കേക്കര, OJ ജസ്റ്റിൻ, CV സേവ്യർ, PV ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യ പൂജയെ തുടർന്നാണ് നേർച്ച പാക്കറ്റുകൾ വിതരണം ചെയ്യുകയെന്ന് സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ ഈ വർഷം 150ാമത്തെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തിരുനാൾ ശതോത്തര സുവർണ ജൂബിലി തിരുനാളായിട്ടാണ് കൊണ്ടാടുന്നത്. ഇടവകയിലെ എല്ലാ ജനങ്ങളും കൊടികയറ്റിന് ശേഷം തിരുനാളിന് ഒരുക്കമായ പ്രവർത്തനങ്ങൾ ഭവനങ്ങളിലും പള്ളികളിലും ആരംഭിച്ചു കഴിഞ്ഞു. വിശുദ്ധൻ്റെ പ്രധാന വഴിപാടായ തിരുനാൾ ഏറ്റുകഴിക്കുന്നതിന് 1.5 ലക്ഷം പേർക്ക് നേർച്ചൂട്ട് ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് വ്യാപാരികളുടെ പന്തലും ഉയരുന്നു. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാവർട്ടി പള്ളിനടയിൽ കൊടിമരത്തിന് സമീപമാണ് ഇത്തവണ പന്തൽ ഒരുക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 4 നിലകളിൽ 3.6 ലക്ഷം രൂപ ചെലവിട്ടാണ് ഏറെ പുതുമകളോടെ ദീപാലങ്കാര പന്തൽ ഒരുക്കുന്നത്. 1 ലക്ഷം LED ബൾബുകൾ പന്തലിൽ ദീപപ്രഭ ചൊരിയും. പന്തലിന്റെ കാൽനാട്ടൽ കൺവീനർ AC ജോർജ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി CL റാഫേൽ, തീർത്ഥാടന കേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി ജോസഫ് ലിയോ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ EV വിനോദ്, CP തോമസ്, സിജിൽ വർഗീസ്, സോഫി ഷാജൻ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാതിവെറിക്കെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, മേഖലാ സെക്രട്ടറി ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിരോധത്തിന്റെ സംഗീത ശില്പങ്ങളും കലാരൂപങ്ങളും വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ചു. കൊടകരയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ MLV നായരുടെ ശതാഭിഷേകം നാടിന്റെ ഉത്സവമായി മാറി. വേലായുധീയം എന്ന പേരിൽ പൂനിലാർക്കാവ് ഭജന മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പരിപാടി സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടുകൂടി വേണം ജീവിതത്തിൽ വിജയം നേടാനെന്ന് മേജർ രവി അഭിപ്രായപ്പെട്ടു. ദൈവത്തിന്റെ മുന്നിൽ പോയിരുന്നത് മാത്രം നിങ്ങൾക്ക് സമ്പത്ത് വരില്ല, അഭിവൃദ്ധി വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. തന്റെ കർമ്മം, ഞാൻ നിശ്ചയിച്ച കർമ്മം നീ പോയി ചെയ്യ്, അവിടെയാണ് എന്നിലോട്ടുള്ള വഴി എളുപ്പമാവുന്നതെന്ന് വിശ്വസിക്കുന്ന ആ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അതാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യും. അത് ഏത് കർമ്മം മുന്നിൽ വന്നാലും ശരി, അത് ചെയ്തിരിക്കണം. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പെരുവനം കുട്ടന്മാരാർ സുവർണമുദ്രാ സമർപ്പണവും സംഗീത സംവിധായകൻ വിദ്യാധരൻ കാവ്യോപഹാര സമർപ്പണവും നടത്തി. NSS കരയോഗം മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി, കൊടകര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, അംഗങ്ങളായ വിനയൻ തോട്ടപ്പള്ളി, മിനി ദാസൻ, എഴുത്തുകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത്, കോർഡിനേറ്റർ കൊടകര ഉണ്ണി, പുത്തൂക്കാവ് ക്ഷേത്രം തന്ത്രി അഴുകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ MLV നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി കൊടകര ഉണ്ണി രചിച്ച കർമ്മകാണ്ഡം എന്ന പുസ്തകം എഴുത്തുകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്തിന് കൈമാറി അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി പ്രകാശനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി അരങ്ങേറിയ ഇടയ്ക്ക പഞ്ചാരി ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. ചെണ്ടയിൽ കൊട്ടിവരുന്ന പഞ്ചാരി മേളം ഇടയ്ക്കയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണമായിരുന്നു ഇടയ്ക്ക പഞ്ചാരി. കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരുടെ നേതൃത്വത്തിലായിരുന്നു മേളവിസ്മയം. TCV കൊടകര. 9ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് മിഴിതെളിഞ്ഞു.
പ്രശസ്ത കവി മധുസൂദനൻ നായർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. 5 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന നാടകോത്സവം വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. നാടകോത്സവ സംഘാടക സമിതി ചെയർപേഴ്സൺ പി കൃഷ്ണദാസ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, വേലൂർ സ്ഥിരം സമിതി അധ്യക്ഷ ജമീല രാജു, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീന സാബു, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ അബിൽ ബേബി, ഫ്രെഡി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരെയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഇടവക പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂട് തുറക്കലിന് ശേഷം ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം നടന്നു. പള്ളി വികാരി ഫാദർ വടക്കൻ ജോബ്, അസിസ്റ്റന്റ് വികാരി ടോൾമിൻ മൊറേലി, ജെയിംസ് തട്ടിൽ, സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരുമ്പൻ, ആൻഡ്രു ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലുവായ് ശ്രീ ധനുന്തരി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ബോർഡ് അംഗം KK സുരേഷ് ബാബു മുഖ്യാതിഥിയായി. തിരുവല്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, സമിതി സെക്രട്ടറി ബൈജു എന്നിവർ സംസാരിച്ചു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വൈശാഖ മാസാചരണത്തിൽ 4 ശ്രീമദ് ഭാഗവത സപ്താഹങ്ങൾ, അന്നദാനം, ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും. വഴിയിൽ കിടന്നു കിട്ടിയ 1 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണമാല ഉടമയെ കണ്ടെത്തി തിരികെ നൽകി സഹോദരങ്ങൾ മാതൃകയായി. അരിമ്പൂർ തെക്കേക്കര ലോട്ടസിന്റെയും ജെൻസിയുടെയും മക്കളായ ജോസ്, ആന്റണി എന്നിവർക്കാണ് നാലാങ്കല്ല് പെട്രോൾ പമ്പിന് സമീപത്തെ റോഡിൽ നിന്നും സ്വർണ്ണമാല കളഞ്ഞുകിട്ടിയത്. തുടർന്ന് മാല അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. നാലാംകല്ല് കൃഷിഭവന് സമീപം താമസിക്കുന്ന ചേറുകാരൻ സജീഷ് ജോർജിന്റെ മകൻ 4 വയസ്സുകാരൻ ബെനഡിക്റ്റിന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. ASI വിജയൻ, വാർഡ് മെമ്പർ CP പോൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അന്തിക്കാട് സ്റ്റേഷനിൽ വെച്ച് മാല ഉടമയ്ക്ക് കൈമാറി. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. തിരുനാൾ കൊടിയേറ്റം ഫാദർ അൽഫോൺസ് വാഴപ്പനാടി നിർവഹിച്ചു. ഫാദർ ജിതിൻ പുന്നശ്ശേരി, ഫാദർ വിൽസൺ മൂക്കനാമ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, സഹവികാരി ടോം പുള്ളോലിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജിജോ മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തുടർച്ചയായ 9ാം വർഷവും ക്യാമ്പ് നടക്കുന്നത്. പ്രമുഖ ഗാന്ധിയൻ ഗിരീശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നൃത്ത സംഗീത അധ്യാപിക തിലോത്തമ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പൽ S കവിത, പ്രധാന അധ്യാപിക രത്നകുമാർ, ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിൻസി സേവ്യർ, PS ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും. മുല്ലശ്ശേരി നല്ലടയന്റെ ദേവാലയത്തിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കൂടുതോർക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ടിറ്റോ ജോയ് മുള്ളക്കര കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോഷി പാലിയേക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പോൾ മാളിയമ്മാവ് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 7 തൃശൂർ കലാസദന്റെ ഗാനമേള നടക്കും. പഴമയുടെ ഓർമ്മച്ചെപ്പ് തുറന്ന് ഗുരുവായൂരിൽ അപൂർവ പൈതൃക പ്രദർശനം.
നൂറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചോതി താളിയോല മുതൽ മെതിയടി വരെയുള്ള വിസ്മയ കാഴ്ചകളായിരുന്നു പ്രദർശനത്തിലൊരുക്കിയത്. ലോക പൈതൃക ദിനാചരണത്തോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ EMS സ്ക്വയറിലാണ് പുരാതന വസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. 300 വർഷത്തിലേറെ പഴക്കമുള്ള താളിയോലകളും 1 നൂറ്റാണ്ട് പിന്നിട്ട രാമായണവും ചരിത്രപ്രേമികളെ ആകർഷിച്ചു. വിവിധ കാലഘട്ടങ്ങളിലെ അപൂർവ നാണയങ്ങളും കറൻസികളും പ്രദർശനത്തിനുണ്ടായിരുന്നു. പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന വെറ്റിലച്ചെല്ലം, നാഴി, ഇടങ്ങഴി തുടങ്ങിയ അളവു പാത്രങ്ങളും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. മരം കൊണ്ടുണ്ടാക്കിയ പഴയകാല പാദരക്ഷയായ മെതിയടി തുടങ്ങി ഒട്ടേറെ നിത്യോപയോഗ വസ്തുക്കളും പ്രദർശനത്തിന് മിഴിവേകി. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന അപൂർവമായ ക്യാമറകളുടെ ശേഖരമായിരുന്നു മറ്റൊരു പ്രത്യേകത. പഴമയുടെ മൂല്യം ചോരാതെ കാത്തുസൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം വസ്തുക്കൾ പുതിയ തലമുറയ്ക്ക് വലിയ അറിവാണെന്ന് സംഘാടകർ പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രരേഖകളും നിത്യോപയോഗ വസ്തുക്കളും ഒരു കുടക്കീഴിൽ അണിനിരന്നപ്പോൾ അത് കാണികൾക്ക് ഒരു വിജ്ഞാന യാത്രയായി മാറുകയായിരുന്നു. TCV ഗുരുവായൂർ. ലോക പൈതൃക ദിനത്തോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ നൽകിവരുന്ന പൈതൃക പുരസ്കാരം സോപാന സംഗീത കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂരിന് സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. EMS സ്ക്വയറിൽ നടന്ന പൈതൃക ദിനാചരണ ചടങ്ങ് തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. അഷ്ടപതി കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. പൈതൃക ദിനാഘോഷ സമിതി ചെയർമാൻ ഡോക്ടർ KB പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, നാടോടി നൃത്തകലാകാരി വൈഗ സുഭാഷ് എന്നിവരെ ആദരിച്ചു. വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, K സുഗതൻ, KK വേലായുധൻ, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ക്ലാസും മായൻകുട്ടി ഹാജി അനുസ്മരണവും നടത്തി. ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. IRS പ്രസിഡന്റ് KH സലീം അധ്യക്ഷനായി. മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഹജ്ജ് ക്ലാസ് നയിച്ചു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ജുമാ മസ്ജിദ് ഖത്തീബ് അനസ് അൻവരി വെന്മേനാട്, IRS ജനറൽ സെക്രട്ടറി EH ഖന്ന, ട്രഷറർ MCA സനൂബ് അലി, GCC പ്രസിഡന്റ് MCA ഷമീർ അലി, റഫീഖ് സക്കാഫി കാട്ടൂർ, വാർഡ് മെമ്പർ നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ റയാൻ മജീദിനെ ആദരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാഴ്സൈസ് പള്ളിയിൽ പാർക്കിംഗ് ഗ്രൗണ്ട് നവീകരിച്ച് സമർപ്പിച്ചു. 20,000-ലധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ടാറിംഗ് ചെയ്താണ് നവീകരിച്ചത്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ VB പുറത്തുകാരൻ, കൈക്കാരന്മാരായ അലക്സ് ചീരൻ, സോണി തോമസ്, ജോസി ചുങ്കത്ത്, മനീഷ് സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലും പുതുക്കാട് സ്വാമിയാർക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മോഷണം. കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പണവും പൂജാപാത്രങ്ങളും കവർന്നു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ യാത്രാമൊഴി. പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരങ്ങളിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വാഹനാപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. അപകടങ്ങൾ ഏറെയും അമിതവേഗവും ഗതാഗത നിയമലംഘനവും മൂലം. മണ്ണുത്തി മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ കസ്റ്റഡിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.